കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കാന്താരിമുളക് 2-3 ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടും ഒരു 3-4 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ 2-3 ഉലുവയും ചെറിയ ജീരകവും കൂടി ചേർത്തൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത്, കുരുമുളക്, കായം, ഉലുവാപ്പൊടികളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുമ്പളങ്ങ ചെറിയ പീസായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറിയ പീസൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. അതുകൂടി ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി വേണം. തിളപ്പിച്ചെടുക്കുക. വാങ്ങുന്നതിന് മുമ്പായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന കുമ്പളങ്ങ രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്